Breaking news. Flights to Kwanchi Seaport. All Indian Airways are cancelled till further notice. പ്രവാസികളുടെയും വിനോദസഞ്ചാരികളുടെയും സ്വർഗമായ യുഎഇയിൽ നിന്ന് ഇന്ന് അതിരാവിലെ പുറത്തു വരുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇന്ത്യയുടെ അഭിമാനമായ എയർ ഇന്ത്യയും പ്രമുഖ സ്വകാര്യ വിമാന കമ്പനിയായ ഇൻഡിഗോയും യുഎഇയിലേക്കുള്ള തങ്ങളുടെ എല്ലാ സർവീസുകളും അടിയന്തരമായി റദ്ദാക്കിയിരിക്കുന്നു. ദുബായ്, അബുദാബി, ഷാർജ തുടങ്ങിയ പ്രമുഖ വിമാനത്താവളങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഇപ്പോൾ ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്നത്. യുഎഇ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യേക രഹസ്യ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കമെന്നാണ് പ്രാഥമിക സൂചനകൾ. എന്നാൽ ഈ പെട്ടെന്നുള്ള ആകാശ വിലക്കിന് പിന്നിലെ കൃത്യമായ കാരണം വെളിപ്പെടുത്താൻ കമ്പനികൾ തയ്യാറാകാത്തത് വലിയ തോതിലുള്ള ദുരൂഹതകളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ സാഹചര്യം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അതീവ സങ്കീർണമാണ്. ഇറാൻ അമേരിക്കൻ സംഘർഷങ്ങൾക്കിടയിൽ യുഎഇയുടെ വ്യോമപരിധി അതീവ സുരക്ഷാ മേഖലയായി മാറിയിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി സർവീസുകൾ പുനരാരംഭിച്ച് സാധാരണ നിലയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു വൻ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സാഹചര്യം വഷളാകുന്നു എന്നതിന്റെ കൃത്യമായ സൂചന കൂടിയാണിത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ എന്നീ 3 വമ്പന്മാരും ഒരേപോലെ പിൻവാങ്ങിയത് വെറുമൊരു സാങ്കേതിക തകരാർ മാത്രമായി കാണാൻ കഴിയില്ല. ഇൻഡിഗോ നേരത്തെ തന്നെ മാർച്ച് 28 വരെയുള്ള പല സർവീസുകളും റദ്ദാക്കിയിരുന്നുവെങ്കിലും പ്രവാസികൾക്ക് ആശ്വാസമായി തുടങ്ങിയ താൽക്കാലിക അഡ്ഹോക് സർവീസുകൾ പോലും ഇപ്പോൾ നിർത്തലാക്കിയത് ആകാശത്തെ സുരക്ഷാ ഭീഷണിയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. തിരിച്ചുപോകാൻ കാത്തിരുന്ന പ്രവാസികൾക്കും ട്രാൻസിറ്റ് യാത്രക്കാർക്കും ഈ നടപടി വലിയൊരാഘാതം കൂടിയാണ്. ദുബായ് വിമാനത്താവളത്തിലേക്കുള്ള ഇൻഡിഗോ സർവീസുകൾ ഇന്ന് പൂർണ്ണമായും നിലച്ചു. എന്താണ് ശരിക്കും ദുബായിൽ സംഭവിക്കുന്നത്? യുഎഇ അധികൃതർ നൽകിയ ആ പ്രത്യേക നിർദ്ദേശം എന്തിനെ കുറിച്ചാണ്? ആകാശത്ത് യുദ്ധവിമാനങ്ങളുടെ നീക്കമുണ്ടോ, അതോ സൈബർ സുരക്ഷാ ഭീഷണിയാണോ? വിമാന കമ്പനികൾ മൗനം പാലിക്കുമ്പോൾ ഓരോ യാത്രക്കാരനും ചോദിക്കുന്നത് ഈ ചോദ്യങ്ങളെല്ലാമാണ്. വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് അതത് കമ്പനികളിൽ നിന്നോ എയർപോർട്ട് അതോറിറ്റിയിൽ നിന്നോ കൃത്യമായ വിവരം ഉറപ്പുവരുത്തിയ ശേഷം മാത്രം യാത്ര തുടങ്ങുക. അല്ലെങ്കിൽ മണിക്കൂറുകളോളം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ദുരവസ്ഥയുണ്ടാകും. പശ്ചിമേഷ്യയിലെ മാറുന്ന യുദ്ധതന്ത്രങ്ങളുടെ പ്രതിഫലനമാണ് ഈ ആകാശ വിലക്കെങ്കിൽ പ്രവാസികളുടെ മടക്കയാത്ര ഇനിയും വൈകാൻ തന്നെയാണ് സാധ്യത. പശ്ചാത്തലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധം അതിന്റെ ഏറ്റവും നിർണായകവും നിഗൂഢവുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ്. യുഎഇയുടെ ഈ അടിയന്തര തീരുമാനം കേവലം ഒരു സാങ്കേതിക കാരണം മാത്രമായിരിക്കില്ല, മറിച്ച് ആകാശത്ത് നിന്നുള്ള നിഗൂഢമായ യുദ്ധതന്ത്രവും അതിന്റെ ഭാഗമായുള്ള സുദൃഢ സുരക്ഷാ മുന്നറിയിപ്പുകളും ആകാൻ സാധ്യതയുണ്ട്. യുദ്ധം അതിന്റെ പരമകാഷ്ഠയിലേക്ക് എത്തുകയാണെന്നുള്ള നിർദ്ദേശങ്ങൾ യുഎഇ അധികാരികളിൽ നിന്ന് വിമാന കമ്പനികൾക്ക് ലഭിച്ചു എന്നാണ് പുറത്തുവരുന്ന സൂചന. ഷാഡ് ഡ്രോണുകളെ ഉപയോഗിച്ച് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ക്ഷീണിപ്പിക്കുന്ന അസിമെട്രിക് വാർഫെയർ അല്ലെങ്കിൽ അസമമിത യുദ്ധതന്ത്രം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും റിവേഴ്സിറ്റി പ്രതിസന്ധികളിലൂടെ വിവര നിശബ്ദത ഉറപ്പുവരുത്തുമ്പോഴും യുഎഇയുടെ ഈ നീക്കം ഒരു സ്ട്രാറ്റജിക് ബഫറായി കണ്ടാൽ മതിയെന്ന് നമുക്ക് നോക്കാം. ആകാശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വിമാന കമ്പനികൾ പോലും പുറത്തുവിടാൻ മടിക്കുന്നത് കാര്യങ്ങളുടെ നിഗൂഢത വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം 15ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് ശത്രുക്കൾക്ക് പോലും അവ്യക്തത തുടരുന്നതിനാൽ യുഎഇയുടെ ഈ മൗനവും വിമാനങ്ങൾ റദ്ദാക്കിയതും ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള നിശബ്ദതയാണെന്ന് പോലും നമുക്ക് കരുതേണ്ടി വരും. എല്ലാ രഹസ്യങ്ങളും നിഗൂഢമായി തന്നെ തുടരുകയാണ്. പക്ഷേ ആകാശം ഇപ്പോൾ ഒരു അടിയന്തര യുദ്ധഭൂമിയായി മാറിക്കഴിഞ്ഞു. യുഎഇയിലേക്കുള്ള വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയത് പ്രവാസികളുടെ ജീവിതത്തെയും ജോലിയെയും എങ്ങനെയൊക്കെ ബാധിക്കും? ഈ അനിശ്ചിതത്വം എത്ര നാൾ തുടരും? യുഎഇയിലേക്കുള്ള സർവീസുകൾ പെട്ടെന്ന് നിർത്തിവെക്കാൻ എയർ ഇന്ത്യയെയും ഇൻഡിഗോയും പ്രേരിപ്പിച്ച ആ അദൃശ്യ ഘടകങ്ങൾ എന്താണ്? ഇതിനു പിന്നിൽ ആഗോള രാഷ്ട്രീയമുണ്ടോ, അതോ സൈനിക നീക്കങ്ങളുണ്ടോ? വരും മണിക്കൂറുകൾ അതിനുള്ള കൃത്യമായ ഉത്തരം നൽകും.